നമുക്ക് ഒരു വാഴച്ചുണ്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പറഞ്ഞ കഴിഞ്ഞ പറിച്ചുകൊണ്ട് വന്നതാ. അതിന്റെ എന്താ നമ്മൾ നാളെ തോരൻ വെക്കാനുള്ളതാണ്. അതിന്റെ പൂ കളയാതെ നമുക്ക് എടുക്കാം. ഇതെന്തിനാന്ന് നാളെ ഞാൻ കാണിച്ചു തരാവേ. ഇന്നിപ്പോ സമയം വൈകിട്ടത്തേക്കിന് തോരനുള്ളത് ഞാൻ അരിഞ്ഞു വെക്കുവാണേ. രാവിലത്തേക്കിനുള്ളത് വൈകിട്ട് അരിഞ്ഞു വെക്കും. അന്നേരം ഇതിന്റെ പൂവ് ഞാൻ കളയല കേട്ടോ. ആ പൂവിന് ഒരു പരിപാടിയുണ്ട്. ഇത് ഞാന് ഈ പൂ ഇന്ന് സമയമില്ലാത്ത കാരണം, സമയമുണ്ടെങ്കിൽ ഇപ്പം തന്നെ അത് കഴുകി അതിന് കറ ഒരു 2-3 പ്രാവശ്യം കഴുകി വെച്ച് ആ കറ പോകണം. കറ പോയി കഴിയുമ്പോഴത്തേക്കിനും എടുത്ത് ശരിയാക്കി. ഇപ്പം കറ പോകാനിട്ട് ഇനിയിപ്പം വെള്ളത്തിലിട്ട് വെക്കും. ഞാനത് വെള്ളത്തിലിട്ട് വെച്ച് നാളെയല്ലേ എടുക്കുള്ളൂ. 2 പ്രാവശ്യം കഴുകി വെച്ച് ഇങ്ങനെ എടുക്കും. പിന്നെ ഇത് നാളെ തോരൻ വെക്കാനുള്ളതാണേ. അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെക്കും ഞാൻ, കറ എടുത്തേച്ച്. ചിലത് എണ്ണ തിരുമ്മിയൊക്കെ കളർ കിട്ടുമല്ലോ കേട്ടോ. കറുത്തിരിക്കും കറി വെക്കുമ്പോൾ, കറ പോകാതെ എണ്ണ തിരുമ്മിയാല്. ഇത് നല്ലപോലെ കൊത്തി അരിഞ്ഞ്, വാഴച്ചുണ്ട് നല്ല കേട്ടോ. വയറ്റിലെ കല്ല് പോകാൻ നാരും ഒക്കെ പോകുന്നു പറഞ്ഞ് പണ്ട് ചെറുപ്പത്തില് വീട്ടിങ്ങനെ പറയുമായിരുന്നു. നമ്മളറിയാതെ വല്ല കല്ലോ നാരോ ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ, വയറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വാഴയ്ക്കാത്തോരൻ കൂട്ടി, ചുണ്ടിന്റെ തോരൻ കൂട്ടിയാല് ഇത് പൊക്കോളും ഇങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട്. നമ്മൾ വെള്ളത്തിൽ അരിയുവാണെങ്കിൽ നല്ല കളർ കിട്ടുവേ. ഇല്ലെങ്കിൽ കറ ഇളകിയിട്ട് ഇത് കറുത്തിരിക്കും. നാളത്തേക്കിനൊരു തോരനായി. രാവിലെ 2-3 കൂട്ടം കറി ഉണ്ടാക്കണ്ടേ. കാപ്പിക്ക് കറി വേണം, ഉച്ചയ്ക്ക് തന്നെ ചോറിന് വേണം. ഞാനിങ്ങനെ പച്ചക്കറി ഒന്നും മേടിക്കാറില്ല. കൂടുതലും പറമ്പിൽ നിന്നെങ്കിലൊക്കെ ചിരിച്ച പറിക്കാൻ കാണും. അത് പറിച്ച് കറി വെക്കാറേ ഉള്ളൂ. ഉള്ളി സബോളയൊക്കെ കൂടുതലും മേടിക്കുള്ളൂ. എന്ത് പയറോ കോവയ്ക്കയോ വഴുതന, നിത്യവഴുതന ഇതൊക്കെ പറമ്പിൽ ചിരിച്ചു കണ്ടു. അതൊക്കെ പറിച്ച് കറി വെക്കും. പിന്നെ ചീരയുണ്ട്.
വൈകിട്ട് കറിക്കെല്ലാം തന്നെ കുറച്ച് അരി വെക്കുവേ, അല്ലെങ്കിൽ ഒത്തിരി നേരത്തെ ആക്കണം. ഇവിടെ പണിയൊക്കെ ഇങ്ങനെ ചെയ്ത് ചിരിക്കുകയാണല്ലേ. ഇത് താമസിച്ചാലും പണിയൊക്കെ ചെയ്ത് വെച്ചേക്കുവാണെങ്കിൽ സാരമില്ല. അല്ലേ വെളുപ്പിന് ഇത് നേരത്തെ ആക്കാൻ താമസിച്ചു പോയാൽ പണി തീരുകയല്ലോ എന്നോർത്തൊരു വെപ്രാ. പിന്നെ ഇപ്പോഴത്തെ കാലാവസ്ഥ മോശമല്ലേ, ഭയങ്കര മഞ്ഞും തണുപ്പും മഴയും. ഒന്നാമത് എപ്പോഴും തുമ്മലും ജലദോഷമൊക്കെ ഉള്ളതാ, അതാ കൂടുതലും താമസിച്ചേക്കുന്നേ. പിന്നെ ഏറ്റേച്ച് ഇത് അടുക്കളയിലെ കുറേയൊക്കെ ചെയ്തേച്ച് വേണം മുയലിൻ്റെയും കോഴിയുടെയൊക്കെ തീറ്റ കൊടുക്കാനും ഇറങ്ങിപ്പോവാനൊക്കെ. അയാൾക്ക് പറമ്പിൽ കൂടെ ഒന്ന് ഇറങ്ങിപ്പോകും. രാവിലെ പറമ്പിൽ കൂടെയൊക്കെ ഒന്ന് പോയി ഏലത്തിനതൊക്കെ ഒന്ന് നോക്കണ്ടേ, അതിന് പോകും. അപ്പൊ പിന്നെ ഏലക്ക എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്നോട്ട് ഏലക്ക എടുക്കാൻ തുടങ്ങി. അയ്യപ്പോ ഒരാഴ്ചത്തേക്കിന് കാണും. ആള് കുറവായെന്ന് പറഞ്ഞപ്പോ ഒരാഴ്ചയൊക്കെ കാണും. അരിഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിന്റെ കറ എടുക്കണം. കറി എടുക്കുന്നേ, ഇത് കണ്ടോ കറ ഇങ്ങനെ വരുന്നേ. ഈ നൂല് എടുത്തു കളയണം. എന്നാടാ ചക്കരേ മോളെ, ഇത് കണ്ടോ കറ വരുന്നേ. അതൊന്ന് ചുറ്റി എടുത്തു കളയണം. ഇത് കണ്ടോ. ആ വരുന്നോ? ഇങ്ങ ബാ. ഒത്തെന്തിനാ കഴിഞ്ഞിട്ട് നമുക്ക് കറി എടുക്കാൻ വന്നേ. ഇങ്ങോട്ട് നോക്കി വേണ്ട, ബാ ഇങ്ങോട്ട് നോക്കി. ഇങ്ങോട്ടാ നോക്കി. കൊച്ചു കൂടുന്നോ? കൊച്ചു കറി എടുക്കുന്നോ? കുഞ്ഞിക്കിളേ, അവക്കിതിന് കൂടാൻ വേണ്ടിയിട്ടാണ് എൻ്റെ കൂടെ. ഒരു കിണീച്ചയും ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കണം. തീർന്നേ. ഇനിയിപ്പോ നാളെ ഞാൻ ഇത് കഴുകി വാരി എടുക്കുള്ളൂ. ഇങ്ങനെ വെള്ളത്തിൽ തന്നെ ഇട്ടേക്കും. ഇത് നമുക്ക് വെള്ളം ഒഴിച്ചിടാം. വെള്ളം ഒഴിച്ച് രണ്ടും നിർത്തി ഒലച്ച് കഴുകി എടുക്കുന്ന. ഇതിനകത്ത് ചിലപ്പോൾ ഉറുമ്പൊക്കെ കാണും ഇതിനകത്ത്. അതിന് നന്നായിട്ട് ഒലച്ച് കഴുകി ഒരു 2 പ്രാവശ്യം. ഇന്നിപ്പോ നാളെ ഇത് ശരി വറക്കുന്നുള്ളൂ, അതുകൊണ്ട് ഇന്നിത് വെള്ളത്തിൽ ഇട്ടേക്കും. നാളെ രാവിലെ കഴുകി വെള്ളം തോരാൻ വെക്കും. തോരാൻ വെച്ച് കഴിഞ്ഞൊരു 10 മിനിറ്റ് ഇത് പൊടിയൊക്കെ മസാല മുഴുവൻ തിരുമ്മി ഒരു 10 മിനിറ്റ് വെക്കും. വെച്ചാണ് വറുത്തെടുക്കുന്നത്. ഇത് കണ്ടോ, വറുത്ത് കാണിക്കാം. ഇനിയെ ഇത് കഴുകി വറുത്തെടുക്കുക. നമ്മൾ മീൻ കൂട്ടുന്ന പോലെ മീൻ്റെ അതേ കൂട്ടൊക്കെ ചേർത്ത്, മീൻ നമ്മൾ വറക്കുന്നത് അതേ കൂട്ടൊക്കെ ചേർത്ത് വറുത്തെടുക്കുന്നത്. വറുത്തെടുത്താൽ മീന് പകരം മീൻ വറുത്തതാകും. നാളെ വറുത്തിട്ട് കാണിക്കാവേ. കുഞ്ഞിക്കിളി വറക്കാൻ കൂടുന്നുണ്ടോ നമ്മുടെ മൊത്തേ? കണ്ടോ ഇരിക്കുന്നുണ്ടോ? അവർക്ക് ഇങ്ങനെ വന്നിരിക്കാൻ വേണ്ടിയിട്ടാണ് കിണിങ്ങിയത് മുഴുവനും. കണ്ടോ?
ഇരിക്കട്ടെ. ഇനി നമുക്ക് നാളെ റെഡിയാക്കാവേ. നാളെ അടുത്ത വീഡിയോ കാണാവേ.